ചൊവ്വാഴ്ച 2 ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തു. ഒന്ന് ഏഷ്യാനെറ്റ്, രണ്ടാമത്തേത് റിപ്പോർട്ടർ. ഈ 2 ചാനലുകളിലും വിഷയം ഒന്നായിരുന്നു, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. അത് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ്, അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. മറ്റൊന്ന് PDP, അബ്ദുൽ നാസർ മദനിയുടെ PDP, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, LDF-ന് പിന്തുണ നൽകുന്നു. ഈ 2 വിഷയങ്ങൾ തെരഞ്ഞെടുപ്പില് വർഗീയ കക്ഷികളുടെ സ്വാധീനം വർദ്ധിക്കുന്നു. 2 മുന്നണികളും അത്തരത്തിലുള്ള പാർട്ടികളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു മുതലായ വിഷയങ്ങൾ, അതിന്റെ പല തലങ്ങളാണ് ചർച്ചയ്ക്ക് വന്നത്. 2 ചാനലുകളിൽ 2 തരത്തിൽ. നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാക്സ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന് വെൽഫെയർ പാർട്ടി പിന്തുണ നൽകുന്നു എന്നുള്ളത് ഒരു മഹാ അപരാധമാണ്. UDF അങ്ങോട്ട് ചോദിച്ചിട്ടല്ല, അപേക്ഷിച്ചിട്ടല്ല, അവര് UDF-ന് പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കരയിലും ഒക്കെ വെൽഫെയർ പാർട്ടിയുടെ നിലപാടതായിരുന്നു. പക്ഷേ ഈ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി UDF-ന് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ ഗോവിന്ദൻ മാർക്സിന്റെ കണ്ടുപിടുത്തം. ഇതോടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ഒരു വർഗീയ മുന്നണിയായിട്ട്, വെറും വർഗീയ മുന്നണിയായിട്ട്, വർഗീയ കക്ഷികളുടെ മഴവിൽ സഖ്യം എന്നാണ് അദ്ദേഹം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, മഴവിൽ സഖ്യം. അങ്ങനെ അത് മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് PDP പിന്തുണ തരുന്നുണ്ട്. PDP വേറെയാ, ജമായത്തെ ഇസ്ലാമിയും PDP-യും ഒരുപോലെയാണെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. 2 2 ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന്, ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു മത രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റേ PDP ഉണ്ടല്ലോ, പാവത്തങ്ങളാണ്, അവർ പീഡിപ്പിക്കപ്പെട്ടവരുടെ ഒരു പാർട്ടിയാണെന്ന് എപ്പോഴും നമ്മുടെ ഗോവിന്ദൻ ഭാഷ പറഞ്ഞത്. പീഡിപ്പിക്കപ്പെട്ടവരുടെ ഡെമോക്രാറ്റിക് പാർട്ടി, അങ്ങനെയാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അവരുടെ പിന്തുണ CPM-ന് ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ അത് വാങ്ങുന്നതിന്, അവരുടെ വോട്ട് സ്വീകരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, യാതൊരു തെറ്റുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇതാണ് വളരെ പ്രധാനമായിട്ട് ഈ 2 ചർച്ചകളിലും ഉയർന്നു വന്ന ഒരു വിഷയം. കേരളത്തിൽ BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും, അല്ലെങ്കിൽ എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പാവുമ്പോൾ തരാതരത്തിൽ വർഗീയ സ്വഭാവമുള്ള പാർട്ടികളുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുകയോ അവരുടെ വോട്ട് വാങ്ങിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ജമായത്തെ ഇസ്ലാമിയുടെ ആണെങ്കിലും PDP-യുടെ ആണെങ്കിലും SDP-യുടെ ആണെങ്കിലും ഒക്കെ വോട്ടുകൾ LDF-ഉം വാങ്ങിച്ചിട്ടുണ്ട്, UDF-ഉം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ LDF-ന് ഒരു പ്രത്യേകതയുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവരുടെയൊക്കെ വോട്ട് സ്വീകരിക്കും. അപ്പോൾ അവർക്ക് ആ പാർട്ടികൾ നല്ല പാർട്ടികളാവും. LDF-ന് വോട്ട് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ CPM-ന് പിന്തുണ നൽകുമെന്ന് പറയുന്ന പാർട്ടികൾ, അത് ഏത് വർഗീയ പാർട്ടിയാണെങ്കിലും, കൊടും വിഷം വമിക്കുന്ന വർഗീയ പാർട്ടികളാണെങ്കിൽ പോലും അന്നേരം LDF-നും പ്രത്യേകിച്ച് CPM-ന് അവരൊക്കെ ജനാധിപത്യ പാർട്ടികളായിട്ട്, നല്ല 24 കാരറ്റ് ജനാധിപത്യ പാർട്ടികളായിട്ട് മാറും. പക്ഷെ CPM-ന്റെ ഒരു പ്രത്യേകതയുണ്ട്. CPM-ന്റെ എന്ന് പറയാൻ പറ്റില്ല, LDF-ന് പൊതുവെയുള്ളൊരു സ്വഭാവമാണത്. വോട്ടെടുപ്പ് കഴിഞ്ഞാലോ, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാല്, ഇന്നലെ വരെ ജനാധിപത്യ കക്ഷികളായിരുന്ന ഈ വർഗീയ സ്വഭാവമുള്ള, അല്ലെങ്കിൽ വർഗീയ ആശയങ്ങൾ പിന്തുടരുന്ന പാർട്ടികളൊക്കെ പെട്ടെന്ന് വീണ്ടും വർഗീയ കക്ഷികളായിട്ട് മാറും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അത് പ്രത്യേകിച്ച് CPM-ൽ കാണുന്ന ഒരു മാറാ രോഗമാണ് ഇത്. ഇപ്പൊ തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തില് എന്താ സംഭവിച്ചത്? PM സിദ്ദിഖ് എന്ന് പറയുന്ന CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹം ഒരാഴ്ച മുമ്പ് എന്താണ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്? ഞങ്ങൾക്ക് സുഡാപ്പികളുടെയും ജമായത്തെ ഇസ്ലാമികളുടെയും വോട്ട് വേണം, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം. അദ്ദേഹം SDP എന്നല്ല പറയുന്നത്, അവരെ പരിഹസിച്ച് പറയുന്ന സുഡാപ്പികൾ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഞങ്ങൾക്ക് ഇവരുടെ 2 കൂട്ടരുടെയും വോട്ട് വേണം, കാരണം അവരുടെ മനുഷ്യരാണ്, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം. പക്ഷെ ഇന്നലെ ആയപ്പോഴേക്ക് വെൽഫെയർ പാർട്ടി ഒരു തീരുമാനമെടുത്തു, ഇത്തവണ ഞങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ പിന്തുണ UDF-നാണ്. അതോടെ വെൽഫെയർ പാർട്ടി CPM-നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരല്ലാതായി മാറി, അല്ലെങ്കിൽ വെറും വർഗീയ കക്ഷിയായി. അവർ ആർക്കാണോ വോട്ട് നൽകുമെന്ന് പറഞ്ഞത്, ആ UDF ഒരു വർഗീയ മുന്നണിയായിട്ട് തരം താണുപോയി. 2011 ഏപ്രിലാണ് വെൽഫെയർ പാർട്ടി രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് ജമായത്തെ ഇസ്ലാമി മാത്രമേ ഉള്ളൂ.
അവർക്കൊരു രാഷ്ട്രീയ മുഖം വേണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വെൽഫെയർ പാർട്ടി എന്ന പേരിലൊരു സംഘടന, ഒരു രാഷ്ട്രീയ കക്ഷി രൂപവൽക്കരിക്കുന്നത്. അതിനുശേഷം 2011 ശേഷം വെൽഫെയർ പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDF-നൊപ്പമായിരുന്നു. 2019 മുതലാണ് അവര് UDF-നോട് അടുപ്പം കാണിക്കുന്നത്. അതിനവർ പറഞ്ഞ കാരണം RSS-നെ, BJP-യെ, സംഘപരിവാരത്തെ ദേശീയ തലത്തിൽ നേരിടുന്നതിന് പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണികളാണ്. അതുകൊണ്ടാണ് ഞങ്ങള് കേരളത്തിൽ UDF-നെ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്നാണ്. എന്നാൽ അതിനു മുമ്പ് ഈ വെൽഫെയർ പാർട്ടി വെറും ജമായത്തെ ഇസ്ലാമി ആയിരിക്കുന്ന ഒരു സമയം, രാഷ്ട്രീയ പാർട്ടി വരുന്നതിന് മുമ്പ് അവര് സഹായിച്ചിരുന്നത്, അവര് വോട്ട് നൽകിയിരുന്നത് CPM-നാണ്, അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-നാണ്. 1996 ഏപ്രിൽ 22 ദേശാഭിമാനി പത്രത്തില്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്, പത്രമാണ്. ആ പത്രത്തിന്റെ ആ ദിവസത്തെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം, തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്ന ഒരു ശീർഷകത്തിലുള്ളതാണ്. ഈ 2 തീരുമാനങ്ങളിൽ ഒന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, CBCI, കത്തോലിക്ക വിഭാഗത്തിന്റെ മെത്രാന്മാരുടെ ഒരു അഖിലേന്ത്യാ സമിതിയാണ്. അവരുടെ ഒരു തീരുമാനം, അതായത് അന്ന് ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ ശക്തമായിട്ട് നടക്കുന്ന കാലമാണ്. ഇത് പാവങ്ങൾക്കെതിരാണ്. അപ്പൊ അതിനെതിരായിട്ട് സമാന മനസ്കരുമായിട്ട് ചേർന്ന് നിൽക്കണം. സമാന മനസ്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ CPM, LDF അവരാണല്ലോ ഉദാരീകരണത്തെ എതിർത്തിരുന്നത്. അങ്ങനെ ഒരു തീരുമാനം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എടുത്തിരുന്നു. അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ക്രിസ്തുവിന്റെ ശബ്ദം എന്നോ മറ്റോ പേരില് അവരൊരു എഡിറ്റോറിയൽ മുഖപ്രസംഗം എഴുതിയതാ. പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ 1996 തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ LDF-നെ പിന്തുണയ്ക്കുന്നതിന് ജമായത്തെ ഇസ്ലാമി തീരുമാനിച്ചു. ഈ 2 തീരുമാനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എഴുതിയ എഡിറ്റോറിയലാണ് ഞാൻ ഈ പറഞ്ഞത്. മതേതര ശക്തികൾക്കൊപ്പം നിന്നാലേ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളും അടിസ്ഥാന ലക്ഷ്യങ്ങളും കൈവരിക്കാനാവൂ എന്ന് ഈ മുഖപ്രസംഗത്തിൽ ദേശാഭിമാനി പത്രം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ന് ജമായത്തെ ഇസ്ലാമി നല്ല ഒന്നാന്തരം പാർട്ടിയായിരുന്നു. ഒട്ടും കളങ്കമേൽക്കാത്ത 24 കാരറ്റ് സ്വർണമായിരുന്നു. അവരെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയ ഒരു മുഖപ്രസംഗമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്, അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജമായത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇപ്പോൾ ഗോവിന്ദൻ മാഷും മറ്റും പറയുന്നത് ഇതൊരു മത രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടി എന്നാണല്ലോ. ശരിയാണ്, അവരുടെ ഒരു നിലപാട് അതാണ്. പക്ഷേ വെൽഫെയർ പാർട്ടി വരുന്നതിന് മുമ്പ് അസൽ ജമായത്തെ ഇസ്ലാമി ആയിരിക്കുന്ന സമയത്താണ്, ആശയങ്ങളിൽ യാതൊരു മായവും കലരാത്ത കാലത്താണ്, 1996 ആ സംഘടന CPM-ന് LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത്. ഇന്നലത്തെ റിപ്പോർട്ടർ ചർച്ചയിലെ സ്മൃതി പരുത്തിക്കാടായിരുന്നു അവതാരക. സ്മൃതി ഈ എഡിറ്റോറിയൽ ഉന്നയിച്ചുകൊണ്ട് 96 അന്നത്തെ CPM-ന്റെ നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത്. CPM-നെ പ്രതികരിച്ചു വന്ന V. വാസിഫ്, അദ്ദേഹം DYFI-യുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തോടായിരുന്നു ചോദ്യം. പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം നൽകാൻ സാധിച്ചില്ല. ആ ചർച്ചയിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അവസാനം അവതാരകയെ കുറെയൊക്കെ അധിക്ഷേപിച്ചും മറ്റെന്തൊക്കെയോ പറഞ്ഞും കുറച്ച് ഒച്ച വെച്ചും ബഹളം വെച്ചും അദ്ദേഹം വിഷയം തിരിച്ചുവിടാനാണ് ശ്രമിച്ചത്. അതേസമയം മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത PK നവാസ്, ചെറുപ്പക്കാരനാണ്, ഈ യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി നേതാവാണ് നവാസ്. അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ CPM എത്രത്തോളം ജമായത്തെ ഇസ്ലാമിയുമായിട്ട് സഹകരിച്ചു പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. 1996 മുഖപ്രസംഗം ഉദ്ധരിച്ചത് കൂടാതെ ഇപ്പോഴും ഈ സമയത്തും ഈ അടുത്ത കാലത്തും വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ സമരം നടക്കുന്ന സമയത്ത് പോലും അഖിലേന്ത്യാ തലത്തിൽ CPM-ഉമായിട്ട് സഹകരിച്ച് ജമായത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നതിന്റെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം തെളിവുകൾ സഹിതം ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ സിക്കാറിൽ നിന്ന് ജയിച്ച അവിടുത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അമ്ര റാം, അദ്ദേഹത്തിന് ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം അതിന് നന്ദി പറയുന്നതിന്, ജമായത്തെ ഇസ്ലാമി നൽകിയ സഹായത്തിന്
പിന്തുണയ്ക്ക് വോട്ടിന് നന്ദി പറയുന്നതിന് വന്നപ്പോൾ അവിടുത്തെ ജമായത്തെ ഇസ്ലാമിയുടെ അമീർ, സംസ്ഥാന തലത്തിലെ അധ്യക്ഷൻ മുഹമ്മദ് നസീമുദ്ദീനോടൊപ്പം ഇരിക്കുന്ന ഒരു ചിത്രം, അത് നവാസ് ഈ ചർച്ചയിൽ ഉന്നയിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടുകയുണ്ടായി. അതുപോലെ തന്നെ CPM-ന്റെ രാജസ്ഥാൻ സംസ്ഥാന കമ്മിറ്റി സീതാറാം യെച്ചൂരിയുടെയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഒരു ചടങ്ങ്, ഒരു അനുസ്മരണ ചടങ്ങ്, അതിൽ ഈ നസീമുദ്ദീൻ പ്രസംഗിക്കുന്ന ചിത്രം. അതുപോലെ തന്നെ 2019 തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയായി ജയിച്ച PR നടരാജൻ, അദ്ദേഹത്തെ ആ തെരഞ്ഞെടുപ്പിൽ ജമായത്തെ ഇസ്ലാമി സഹായിച്ചിരുന്നു. അവരുടെ വോട്ടുകൾ നടരാജനാണ് കൊടുത്തത്. അപ്പോൾ നടരാജൻ അതിന് നന്ദി പറയുന്നതിന്, തെരഞ്ഞെടുപ്പിൽ തനിക്ക് ലഭിച്ച സഹായത്തിന്, വോട്ടുകൾക്ക് നന്ദി പറയുന്നതിന് ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ സന്ദർശിച്ചപ്പോഴത്തെ ചിത്രം. പിന്നീട് ബംഗാളിലെ കൽക്കത്തയില് വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ സമരം നടക്കുന്നു, ഒരു സംയുക്ത സമരം. അവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും അവിടുത്തെ ജമായത്തെ ഇസ്ലാമിയുടെ അമീർ മഷീഉർ റഹ്മാനും ഒന്നിച്ച് ഈ സമര രംഗത്ത് ഇരിക്കുന്ന ചിത്രം. പിന്നീട് കഴിഞ്ഞ പല കാലഘട്ടങ്ങളില് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടിയും CPM-മായി ഉണ്ടാക്കിയിട്ടുള്ള സഹകരണം, മുക്കത്ത് രണ്ട് പാർട്ടികളും ചേർന്ന് നടത്തുന്ന ഒരു റാലി, അതുപോലെ കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തില് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ, ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിച്ചതാണ്. മറ്റു പല പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടി കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ CPM-നെ സഹായിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ വിനു വിജോൺ പിണറായി വിജയന്റെ പഴയ രണ്ട് പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ പ്ലേ ചെയ്തു. 2006 തെരഞ്ഞെടുപ്പിന് ശേഷം ജമായത്തെ ഇസ്ലാമിയും PDP-യും LDF-ന് നൽകിയ പിന്തുണയെക്കുറിച്ച് വളരെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. ഇത് 2006 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പിന്നൊന്ന് 2011 തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസംഗം. അതായത് ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായിട്ട് അദ്ദേഹം പലപ്പോഴും കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരു പ്രസംഗം. അതിൽ അദ്ദേഹം പറയുന്നത്, അരുതാത്തത് എന്തോ ചെയ്യുന്നു എന്ന മട്ടിലാണ് താൻ ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് എതിർകക്ഷികള് വിമർശനം ഉന്നയിക്കുന്നത് എന്നാണ്. ഇതൊക്കെ കാണിക്കുന്നത് CPM-ന് കഴിഞ്ഞ കാലങ്ങളിൽ ജമായത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെ, സൗഹൃദത്തെ, സഹകരണത്തെയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് UDF-നാണ് ഇത്തവണ ഞങ്ങളുടെ വോട്ട് എന്ന് അവരൊന്ന് പറഞ്ഞുപോയി. അതോടെ അവര് വേറും വർഗീയ സംഘടനയായിട്ട് തരം താണു. അതാണ് CPM-ന്റെ നിലപാട്. അതുപോലെയാണ് PDP, അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടി. അത് പഴയ ISS, RSS-ന് ബദലായി മദനി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ISS. അത് രൂപാന്തരപ്പെട്ടാണ് PDP എന്ന രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറിയത്. നമുക്കറിയാം മദനി ഈ കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്നത് എന്താണെന്ന്. ഇതുപോലെ മതവിദ്വേഷ പ്രസംഗം നടത്തിയ ഒരു നേതാവ്, അതുപോലെ വർഗീയത കത്തി നിൽക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയ ഒരു നേതാവ് വേറെ ഉണ്ടാവില്ല. നേരത്തെ CPM PDP-ക്ക് എതിരായിരുന്നു. നേരത്തെ പറഞ്ഞ 1996 മുഖപ്രസംഗം ദേശാഭിമാനിയുടേത്. അതിൽ PDP-യെ പറ്റി വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദേശാഭിമാനി പറയുന്നത്, മുസ്ലിം ലീഗിന്റെ കയ്യാളായ PDP എന്നാണ്. അന്ന് ജമായത്തെ ഇസ്ലാമിയുമായിട്ടാണ് CPM-ന് ബന്ധമുണ്ടായത്. അപ്പൊ PDP പുറത്താ, തൊട്ടുകൂടാത്തവരാ. അപ്പോൾ PDP മുസ്ലിം ലീഗിന്റെ കയ്യാളായിട്ട് മാറി. അതിനുശേഷം 2003 എറണാകുളത്ത് നടന്ന ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ്, സെബാസ്റ്റ്യൻ പോള് ജയിച്ച ഒരു ഇലക്ഷൻ, ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ EK നായനാർ എന്താ പ്രസംഗിച്ചത്? മദനിയെ കുറിച്ച്. മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിച്ചത് ആരാ? ഞങ്ങളുടെ ഗവൺമെന്റ് ആണെന്ന് വീരസ്യം പറഞ്ഞ ആളാണ് EK നായനാര്. മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിച്ചതിന്റെ മാഹാത്മ്യം പ്രസംഗിച്ച് വോട്ട് നേടിയ EK നായനാര്. അത് കഴിഞ്ഞ് 2010 ആയപ്പോഴേക്ക് PDP മാറി. PDP 24 സ്വർണമായിട്ട് രൂപാന്തരപ്പെട്ടു. അന്ന് ശംഖുമുഖത്ത് നൽകിയ സ്വീകരണത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും സംബന്ധിച്ചു. അതിനുമുമ്പ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പൊന്നാനി മണ്ഡലത്തിൽ ഹുസൈൻ രണ്ടത്താണിയാണ് മത്സരിക്കുന്നത്, LDF-ന്റെ സ്വതന്ത്രൻ. അവിടെ പിണറായി വിജയൻ പ്രസംഗിക്കാൻ പോയി. ആ യോഗത്തിൽ മദനിയുമായിട്ട് വേദി പങ്കിടുന്നതിന് പിണറായി വിജയൻ യാതൊരു വിഷമമുണ്ടായിരുന്നില്ല. നായനാരുടെ സർക്കാർ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്ത മദനിയുമായി ഒരേ വേദിയിൽ സംസാരിക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമേതും ഉണ്ടായില്ല. അന്ന് മദനി ആ സമ്മേളന സ്ഥലത്തെത്താൻ അല്പം വൈകി.
1 മണിക്കൂർ വൈകി. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം മദനി എത്തുന്നതിന് 1 മണിക്കൂർ അവിടെ കാത്തിരുന്നു. ഈ അടുത്ത കാലത്ത് CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ P. ജയരാജൻ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം, പൊളിറ്റിക്കൽ ഇസ്ലാം, അതൊക്കെയാണ് അതിന്റെ വിഷയം. അതിൽ അദ്ദേഹം മദനിയെ വിശേഷിപ്പിക്കുന്നത് വർഗീയതയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ്. ബാബരി മസ്ജിദ് വീണതിന് ശേഷം ആ സാഹചര്യം മുതലെടുത്ത് ന്യൂനപക്ഷ സമുദായക്കാർക്കിടയിൽ വർഗീയ വികാരം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളായിരുന്നു മദനി എന്ന് P. ജയരാജൻ പറഞ്ഞു. അടുത്ത കാലത്ത് ഒരുപക്ഷെ 5-6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും PDP പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടിയായിട്ട് മാറി. പീഡിപ്പിക്കപ്പെട്ടവരുടെ ഡെമോക്രാറ്റിക് പാർട്ടി. വളരെ ദയനീയമാണത്രേ അവരുടെ സ്ഥിതി. അതുകൊണ്ട് അവരുടെ 10 വോട്ട് വാങ്ങിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. എന്തിന് ജമായത്തെ ഇസ്ലാമിയെക്കാളും വെൽഫെയർ പാർട്ടിയെക്കാളും മുന്തിയ ഇനമായ SDPയുമായിട്ട് CPM കാലാകാലങ്ങളിൽ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ലേ? കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ സഖ്യത്തിലായിരുന്നില്ല. പല ജില്ലകളിലും പല പഞ്ചായത്തുകളിലും. മലപ്പുറത്തെ 5-6 പഞ്ചായത്തുകളിൽ അവർ ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയില് അവർ സഹകരിച്ചിരുന്നത്. ഇപ്പോഴും SDPIയുടെ 3 സ്വതന്ത്രരുടെ പിന്തുണയിലാണ് അവിടുത്തെ മുനിസിപ്പൽ ഭരണം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സംഗതി ഇത്രയേ ഉള്ളൂ. LDFന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, LDFനെ സഹായിച്ചാൽ ഏത് പാർട്ടിയും മതനിരപേക്ഷ കക്ഷിയായിട്ട് മാറും. അല്ലെങ്കിലോ വർഗീയ കക്ഷിയാവും. ഇനി വോട്ട് ചെയ്താലോ സഹായിച്ചാലോ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് കറിവേപ്പില പോലെ എടുത്ത് കളയുകയും ചെയ്യും. അതാണ് സാധാരണഗതിയിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഖ്യകക്ഷിയായ CPIയും വലിയ വ്യത്യാസമൊന്നുമില്ല. 2005 ഒരു ഉപതെരഞ്ഞെടുപ്പിൽ PK വാസവൻ നായർ അന്തരിച്ചതിന് ശേഷം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പന്ന്യൻ രവീന്ദ്രനാണ് CPIയുടെ സ്ഥാനാർത്ഥി. പന്ന്യൻ ജയിച്ചു. അന്ന് കരുണാകരൻ DIC ഉണ്ടാക്കിയിട്ട് നിൽക്കുക. ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തു നിൽക്കുക. അദ്ദേഹം സർവാത്മന പന്ന്യൻ രവീന്ദ്രനെ സഹായിച്ചു. എല്ലാ പിന്തുണയും നൽകി. അവസാനം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചപ്പോ കരുണാകരന്റെ വസതിയിലെത്തി ലഡ്ഡു വിതരണം ചെയ്യുന്നതിന്റെ ഒരു ചിത്രം കണ്ടു ഓർക്കുന്നുണ്ട്. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവന്റെ ഒരു പത്രസമ്മേളനത്തിൽ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, DICയെ പറ്റി പറഞ്ഞത് തൊട്ടാൽ കുളിക്കണം എന്നാണ്. അതാണ് CPMന്റെയും അവരുടെ കൂടെ നിൽക്കുന്ന മറ്റ് ഇടതുപക്ഷ കക്ഷികളുടെയും ഒക്കെ തനി സ്വഭാവം എന്ന് പറയുന്നത്. കൂടെ നിൽക്കുമ്പോൾ, പിന്തുണ നൽകുമ്പോൾ എല്ലാവരും നല്ലവരാ. പക്ഷേ മറുഭാഗത്താണെങ്കിലോ തൊട്ടാൽ കുളിക്കണം.